ജെകെ എജുലൈറ്റ് നിർമ്മിക്കുന്ന കൂൾ എക്സാം ഹെൽപ്പ് വീഡിയോ സീരീസിലെ 24ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ കഡൻലൈവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ അധ്യാപകർക്ക് ഏറ്റവും പ്രയോജനകരമായ സോഫ്റ്റ്വെയറാണ് കഡൻലൈവ്. കഡൻലൈവ് ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കൂൾ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കഡൻലൈവ് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ തുറന്ന് അതിൽ 2 വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തുക. വീഡിയോ ട്രാക്കിൽ വീഡിയോകൾ ഉൾപ്പെടുത്തി അതിൽ ആവശ്യമില്ലാത്ത ഭാഗം ഒഴിവാക്കുക. 2 വീഡിയോ ഫയലുകൾ അനുയോജ്യമായ രീതിയിൽ കൂട്ടിച്ചേർക്കുക. കൂടാതെ കഡൻലൈവ് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയറിൽ വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ശേഷി നേടുന്നതിന്, വീഡിയോ ഫയലുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ശേഷി നേടുന്നതിന്, വീഡിയോ ക്ലിപ്പിലുള്ള ശബ്ദം ഒഴിവാക്കുന്നതിന്, വീഡിയോ ക്ലിപ്പിൽ ശബ്ദ ഫയൽ ഉൾപ്പെടുത്തുന്നതിന്, എഡിറ്റ് ചെയ്ത പ്രോജക്റ്റ് ഫയൽ വീഡിയോ ഫോർമാറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ശേഷി നേടുന്നതിന്, ഇത്രയും പ്രവർത്തനങ്ങളാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഡൻലൈവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ആവശ്യം വേണ്ട വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോകളും അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുകളും എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര മൊബൈലെടുത്തോ ക്യാമറ ഉപയോഗിച്ചെടുത്തോ അതല്ലെങ്കിൽ യൂട്യൂബുകളിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്നവ എടുത്തോ എല്ലാം തന്നെ ആവശ്യമുള്ളത് ആദ്യം തന്നെ ഒരു ഫോൾഡറിൽ ശേഖരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കൂൾ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ നമ്മൾ 2 വീഡിയോ ക്ലിപ്പുകളും ഒരു ഓഡിയോ ക്ലിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂൾ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ മിനിമം വീഡിയോ ക്ലിപ്പുകൾ ലഭ്യമായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ കഡൻലൈവ് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കണം. അതിനായി ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, കഡൻലൈവ് എന്ന ക്രമത്തിൽ തുറക്കാം. കഡൻലൈവ് എന്നതിന് താഴെ കഡൻലൈവ് 18.12 എന്നും കാണാം. ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും കുഴപ്പമില്ല. മൊഡ്യൂളിൽ കഡൻലൈവ് ആയതുകൊണ്ട് കഡൻലൈവ് ക്ലിക്ക് ചെയ്യുന്നു. കഡൻലൈവിന്റെ ജാലകം തുറന്നു വന്നു. ഈ ജാലകത്തിൽ ഏറ്റവും താഴ്ഭാഗത്തായി വീഡിയോ ട്രാക്കുകളും ഓഡിയോ ട്രാക്കുകളും കാണാം. മൗസ് ശ്രദ്ധിക്കുക, ഓഡിയോ ട്രാക്കുകളും വീഡിയോ ട്രാക്കുകളും കാണാം. കൂടാതെ ഈ ജാലകത്തിലേക്ക് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി വീഡിയോ ക്ലിപ്പുകൾ നമ്മുടെ ഫോൾഡറിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നതിനായി പ്രോജക്റ്റിലുള്ള ആഡ് ക്ലിപ്പ് ഉപയോഗിക്കാം. പ്രോജക്റ്റിലുള്ള ആഡ് ക്ലിപ്പോ അല്ലെങ്കിൽ മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇവിടെ നിന്നുള്ള ഈ ആഡ് ക്ലിപ്പോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോ ക്ലിപ്പുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു, പ്രോജക്റ്റ് ബിന്നിലേക്ക് കൊണ്ടുവരുന്നു. അതിനായി വീഡിയോ ക്ലിപ്പുകൾ കൊണ്ടുവരുന്ന പ്രവർത്തനം പ്രോജക്റ്റ് ആഡ് ക്ലിപ്പ്. എവിടെയാണ് വീഡിയോ ക്ലിപ്പ് ഉള്ളത് എന്ന് കാണിച്ചു നൽകുക. അതിനായി ഹോമിലുള്ള ഫോൾഡർ തുറന്നു. അതിലുള്ള നിന്നും ഡെസ്ക്ടോപ്പ് എടുത്തു. ഡെസ്ക്ടോപ്പിലുള്ള കൂൾ എന്ന് പറയുന്ന ഫോൾഡറിലാണ് വീഡിയോ ക്ലിപ്പ് ഉള്ളത്. അത് കാണിച്ചു കൊടുക്കുന്നു. കൂൾ 17.1.mp4 എന്ന് പറയുന്ന വീഡിയോ ഫയലാണ്. ആ വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ആ വീഡിയോ ക്ലിപ്പ് ഈ പ്രോജക്റ്റ് ബിന്നിൽ ഇവിടെ എത്തിച്ചേരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് പ്രോജക്റ്റിലെ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ചും ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തുറന്നു വരുന്ന ജാലകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുറന്നു വരുന്ന ജാലകം വരുന്നു. അതിൽ നിന്നും ഡെസ്ക്ടോപ്പിലെ കൂൾ എന്ന് പറയുന്ന ഫോൾഡറിലുള്ള കൂൾ 17.3.mp4 എന്ന് പറയുന്ന വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള 2 വീഡിയോ ഫയലുകൾ തയ്യാറായി. ഇനി നമുക്ക് ഇവിടെ വെച്ചല്ല പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഈ ഫയലുകളെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. എഡിറ്റിംഗ് വർക്കുകൾ നടത്തുന്നതിന് ട്രാക്കുകളിലേക്ക് കൊണ്ടുവരണം. അതിനു മുമ്പ് വലതുഭാഗത്തുള്ള സ്ക്രീൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ലിപ്പ് മോണിറ്റർ എന്ന് പറയുന്ന ജാലകമാണ്. ക്ലിപ്പ് മോണിറ്ററിലാണ് ഈ ജാലകം ഇപ്പോൾ കാണുന്നത്.
ഇനി ഞാൻ അതിന് പ്രൊജക്റ്റ് മോണിറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടേക്ക് ക്ലിപ്പുകൾ കൊണ്ടുവരുമ്പോൾ പ്രൊജക്റ്റ് മോണിറ്റർ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കതിനെ പ്രൊജക്റ്റ് മോണിറ്ററിലാക്കിക്കൊണ്ട് ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. യെസ്, അപ്പോൾ നമ്മൾ ആ പ്രവർത്തനങ്ങൾ നോക്കുക. ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന് മൗസ് പോയിന്റർ ലെഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്ത് വീഡിയോ 1 എന്ന ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നു. വീഡിയോ ട്രാക്കിൽ കൊണ്ടുവന്ന ഈ ക്ലിപ്പ് പ്രവർത്തിപ്പിച്ച് നോക്കുന്നു. അതിനായി തുടക്കത്തിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനായി ഇവിടെ വെച്ച് മൗസ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രോജക്റ്റ് മോണിറ്ററിലുള്ള പ്ലേ ബട്ടൺ പ്ലേ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലിപ്പ് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതിലെന്താണ് ഉള്ളത് എങ്കിൽ അത് നമുക്ക് കേൾക്കാവുന്നതാണ്. കൂൾ എക്സാം ഹെൽപ്പ് വീഡിയോസിലെ 17ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം 6 മൊഡ്യൂളുകളും പഠിച്ചു കഴിഞ്ഞു. ഇപ്രകാരം ഇത് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് എഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിനു മുമ്പായി ഈ കഡൻലൈവ് ഫയൽ ഞാൻ ഒന്ന് സേവ് ചെയ്യുന്നു. അതിനായി ഫയലിൽ നിന്നും സേവ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹോമിൽ ഡെസ്ക്ടോപ്പ് എടുത്ത് ഡെസ്ക്ടോപ്പിൽ നിന്നും കൂൾ എന്ന് പറയുന്ന ഫോൾഡർ എടുത്ത് അതിലാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുന്നു. കഡൻലൈവ് ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന പേര് നൽകി ഞാൻ സേവ് ചെയ്യുന്നു. മാത്രമല്ല കഡൻലൈവിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കഡൻലൈവിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രവർത്തനങ്ങൾ എഡിറ്റ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒന്നാമത്തെ ക്ലിപ്പിലെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലിപ്പ് തുടക്കത്തിലുള്ള കുറച്ച് ഭാഗം യാതൊരു സൗണ്ടും ശബ്ദവും ഇല്ലാത്തതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്നും ആവശ്യമില്ല. ഏതുവരെ നമുക്ക് ആവശ്യമില്ല? സൗണ്ട് കേൾക്കുന്നത് വരെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതുവരെ നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനായി റേസർ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൗസ് പോയിന്റർ കൊണ്ടുവച്ച് നോക്കൂ. ഒരു കത്രികയുടെ ആകൃതി കാണില്ലേ? കത്രിക കാണുന്നില്ലേ? അതായത് റേസർ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മുടെ മുറിഞ്ഞ ഭാഗം കാണാനുണ്ടല്ലോ. ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. ഇനി നമ്മുടെ കയ്യിൽ നിന്നും ഈ കത്രിക ഒഴിവാക്കണമെങ്കിൽ, ഈ റൈസർ ഒഴിവാക്കണമെങ്കിൽ സെലക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സാധാരണ പോലെയായി മൗസ് പോയിന്റർ. ഇനി ഏതാണോ നമുക്ക് വേണ്ടാത്ത ഭാഗം അവിടെ വെച്ച് ഒന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ നിന്ന് നമുക്ക് ഡിലീറ്റ് സെലക്ട് ഐറ്റം ഉപയോഗിക്കാവുന്നതാണ്. അത്രയും ഭാഗങ്ങൾ പോയി. ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്നുകൊണ്ട് നീക്കി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്നും നമ്മുടെ ശബ്ദ ഭാഗങ്ങൾ ലഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ഇപ്രകാരം ഇതുപോലെ തന്നെ ഇതിനിടയ്ക്കുള്ള ഒരു ഭാഗം ശ്രദ്ധിക്കൂ. ഇതിനിടയ്ക്കുള്ള ഭാഗങ്ങളിൽ ഇതു മുതൽ ഇതുവരെ യാതൊരു ശബ്ദവുമില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ആവശ്യവുമില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലും ഇടയ്ക്കുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്ത പോലെ തന്നെ റേസർ ടൂൾ എടുക്കുക. എവിടെയാണോ വേണ്ടാത്തത് അവിടെ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അതിൻ്റെ അവസാന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൗസ് സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏതാണോ വേണ്ടാത്തത് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സെലക്ട് ഐറ്റം ചെയ്യുക. ഇപ്പോൾ നമുക്ക്
അതിനിടയ്ക്ക് ആവശ്യമില്ലാത്തൊരു ഭാഗമാണെന്ന് കണ്ടു, അത് നമ്മൾ ഒഴിവാക്കി. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവണെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് എഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്താവുന്നതാണ്. ഇനി നാം ഈ ഫയലിനെ സേവ് ചെയ്യുന്നു. ഫയൽ, സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള ഭാഗങ്ങൾ മുഴുവനായോ എന്ന് ശ്രദ്ധിക്കുക. കൂൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ സഹായിക്കുന്നതിനായുള്ള കൂൾ എക്സാം ഹെൽപ്പ് വീഡിയോസിലെ 17ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം 6 മൊഡ്യൂളുകളും പഠിച്ചു കഴിഞ്ഞു. പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കാര്യമായി ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുൻ വർഷത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിനായി ഇന്നു മുതൽ, അതായത് 19/12/2020 മുതൽ 30/12/2020 വരെ എല്ലാ ദിവസവും 9:30 PM കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിലുള്ള ചോദ്യങ്ങൾ പരിശീലിച്ച് ആത്മവിശ്വാസത്തോടെ കൂൾ എക്സാമിന് പങ്കെടുക്കുക. യെസ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ അവസാന ഭാഗവും എനിക്ക് ആവശ്യമില്ലെന്ന്. അപ്പോൾ എവിടെയാണ് ആവശ്യം വരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, പങ്കെടുക്കുക. ഇത് മുതൽ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റേസർ ടൂൾ എടുത്തു, ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഏതാണോ ആവശ്യമില്ലാത്തത് അത് ഡിലീറ്റ് ചെയ്തു. യെസ്, അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന്റെ എഡിറ്റിംഗ് ഏകദേശം പൂർത്തിയായി. ഇനി പല രീതിയിൽ ഇതിനെ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ്. അതെല്ലാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ക്ലിപ്പ് കൊണ്ടുവരാം. അതിനായി ഏതാണോ രണ്ടാമത്തെ ക്ലിപ്പ്, ആ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്തു, ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് രണ്ടാമത്തെ ക്ലിപ്പ് വീഡിയോ ട്രാക്കിൽ കൊണ്ടുപോയിടുക. ഇവിടെ കൊണ്ടുപോയിടണമെന്ന്, രണ്ടാമത്തെ വീഡിയോ ട്രാക്കിൽ കൊണ്ടുപോയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനെ നമുക്ക് ഇവിടെ ഇട്ടിട്ടും ഈ വർക്കുകൾ ചെയ്യിക്കാവുന്നതാണ്. നാം വേണമെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ട്രാക്കിലിടാം. ഇവിടെയും ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. ഇവിടേക്ക് വലിച്ചിട്ടും പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യാം. അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ട്രാക്കിലേക്ക് അതിനെ കൊണ്ടുപോയിടുന്നു. അതിനുശേഷം ഇതുപോലെ വർക്ക് ചെയ്യിക്കുക. വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്കറിയാം തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമില്ല. അത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇതുവരെയാണ് എനിക്ക് ആവശ്യമില്ലാത്ത, അതെന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതിനെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കുന്നു. ഞാനിപ്പോൾ ഒരു പരിശീലനത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വലിയൊരു ക്ലിപ്പ് എടുക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ബാക്കിയുള്ള ഭാഗം ഞാൻ വെറുതെ കട്ട് ചെയ്യുന്നു. നമുക്ക് ചെറിയൊരു ക്ലിപ്പ് മതി. അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗം ഇപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇതുപയോഗിച്ച് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള പരിശീലനങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ 2 വീഡിയോ ക്ലിപ്പുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു നോക്കാം. ആദ്യം മുതൽ എടുക്കുന്നില്ല, ഇവിടുന്ന് ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. ഹെൽപ്പ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിലുള്ള ചോദ്യങ്ങൾ പരിശീലിച്ച് ആത്മവിശ്വാസത്തോടെ കൂൾ എക്സാമിന് പങ്കെടുക്കുക. ഈ ലക്കത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫയൽ? പ്രകാരം അത് തുറന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഞാൻ ഇതിനെ ഫയൽ എടുത്ത് സേവ് ചെയ്യുന്നു. ഇങ്ങനെ വീഡിയോ ക്ലിപ്പുകളെ നമുക്ക് വീഡിയോ ട്രാക്കിലേക്ക് കൊണ്ടുവരികയും വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മളോട് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം. കെഡൻലേ മൊഡ്യൂളിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് ശബ്ദം ഒഴിവാക്കുന്നത് എങ്ങനെ. ആ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒന്നാമത്തെ ക്ലിപ്പ് ആണ് എടുക്കുന്നത്. ഒന്നാമത്തെ ക്ലിപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ വീഡിയോയും ഓഡിയോയും ഉണ്ട്. ഓഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനായി ഒന്നാമത്തെ ക്ലിപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ഓഡിയോ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നോക്കൂ, ആദ്യ ഭാഗത്ത് വീഡിയോ എന്ന് പറയുന്ന ട്രാക്കിൽ വീഡിയോ മാത്രവും ഓഡിയോയിൽ ഓഡിയോ മാത്രവുമാകുന്നു. ഇപ്പോൾ ഇത് രണ്ടും ജോയിന്റ് ഫയലുകളാണ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്നതിനായി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ക്ലിപ്പ്. ഇതിപ്പോൾ ഗ്രൂപ്പാണ്, അതിന് അൺഗ്രൂപ്പ് ക്ലിപ്പ്. ഇപ്പോൾ ഈ രണ്ട് ക്ലിപ്പുകളും വേറെ വേറെ ക്ലിപ്പുകളായി മാറി. ഇനി ഇവിടെ നിന്നും എനിക്ക് ഒന്നാമത്തെ ക്ലിപ്പിന്റെ സൗണ്ട് ആവശ്യമില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഡിലീറ്റ് സെലക്ട് ഐറ്റം കൊടുക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പിൽ സൗണ്ട് ഉണ്ടായിരിക്കുകയില്ല. ഇപ്രകാരം വീഡിയോയുടെ ശബ്ദം ഒഴിവാക്കുന്നത് എന്നാണ് നിങ്ങളുടെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. ഇപ്രകാരം ഏതൊരു ക്ലിപ്പിൽ നിന്നും നമുക്ക് സൗണ്ട് ഒഴിവാക്കാവുന്നതാണ്. സൗണ്ട് ഒഴിവാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ആദ്യം സ്പ്ലിറ്റ് ഓഡിയോ കൊടുക്കുക. സ്പ്ലിറ്റ് ഓഡിയോ കൊടുത്തതിന് ശേഷം അൺഗ്രൂപ്പ് ചെയ്യുക. എന്നതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഡിലീറ്റ് ചെയ്യാൻ, സൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ. യെസ്. ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. മൊഡ്യൂൾ നൽകിയിരിക്കുന്ന അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പുതിയ ഓഡിയോ ഇതിന് നൽകുക എന്നുള്ളതാണ്. അതിനായി ഞാനൊരു പുതിയ ഓഡിയോ ഇവിടേക്ക് പ്രൊജക്റ്റ് ബിന്നിലേക്ക് കൊണ്ടുവരുന്നു. ആഡ് ക്ലിപ്പ് എടുത്തു. അതിൽ നിന്നും ഒരു മ്യൂസിക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓഡിയോ ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്നെങ്കിൽ ആ ഓഡിയോ ഇവിടെ കൊണ്ടുവരിക, പ്രൊജക്റ്റ് ബിന്നിൽ കൊണ്ടുവരിക. ഇവിടെ നിന്നും ഞാൻ ഇതിനെ ഓഡിയോ ട്രാക്കിലേക്ക് ഇതിനെ വലിച്ചിടുന്നു. ഇത് ഓഡിയോ മാത്രമാണ് വലിച്ചിടുന്നു. ഇനി നോക്കുക, എത്രയാണ് അതിന്റെ സൈസ്? ഒന്നാമത്തെ ക്ലിപ്പിന്റെ സൈസ് എത്രയല്ലേ? അതിന് കണക്കാക്കിക്കൊണ്ട് ഓഡിയോ ഇവിടെ കട്ട് ചെയ്യുക. ബാക്കിയുള്ള ഓഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പിന് ആവശ്യമുള്ള ഓഡിയോ ഇവിടെ ലഭ്യമായി, പുതിയ ഓഡിയോ ലഭ്യമായി. ഇനി ഞാനതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. യെസ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മളതിനെ ഫയലിൽ സേവ് ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടും കൂടി നേരത്തെ അൺഗ്രൂപ്പ് ചെയ്തതാണ്, അതുപോലെ തന്നെ ഇതിനെ എന്താക്കി മാറ്റാം? ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് ക്ലിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലിപ്പിൽ നിന്നും ഓഡിയോ ഒഴിവാക്കി അതിലേക്ക് പുതിയ ഓഡിയോ ചേർക്കുന്നത്. മൊഡ്യൂളിലെ രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്ന എഡിറ്റ് ചെയ്ത വീഡിയോ ഫോർമാറ്റുകളെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് കൂളിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്? കഡൻലൈവ് ഫസ്റ്റ് പ്രോജക്റ്റ് .കഡൻലൈവ് എന്നാണ്. .കഡൻലൈവ് ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഡൻലൈവ് ഉള്ള സിസ്റ്റങ്ങളിൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഡൻലൈവ് പ്രോജക്റ്റ് ഫയലിനെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ വീഡിയോ പ്ലെയറുകളിൽ ഇത് തുറന്നു കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മറ്റേതെങ്കിലും കോമൺ ആയിട്ടുള്ള വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനുള്ള സൗകര്യം എവിടെയാണെന്ന് നോക്കാം. അതിനായി കഡൻലൈവിൽ ഉപയോഗിക്കുന്ന സൗകര്യമാണ് റെൻഡർ എന്ന് പറയുന്ന പ്രക്രിയ. കഡൻലൈവിൽ അതിലുപയോഗിക്കുന്ന ടൂളാണ് റെൻഡർ. റെൻഡർ എന്ന പ്രക്രിയയുടെ സഹായത്താൽ ഈ കഡൻലൈവിലുള്ള വീഡിയോകളെ നമുക്ക് മറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനായി റെൻഡർ ക്ലിക്ക് ചെയ്യുക.
റെൻഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ റെൻഡർ വീണ്ടും ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്നും വെബമായോ MP4 ആയോ, നമ്മൾ കോമൺ ആയി കേൾക്കുന്ന MP4 ആണ്, അതുകൊണ്ട് ഞാൻ MP4 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. MP4 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് ഏത് വീഡിയോ പ്ലെയറിൽ വേണമെങ്കിലും കാണാം. അതിനു മുമ്പ് ഇതിനെ ഔട്ട്പുട്ട് ഫയൽ എക്സ്പോർട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഫയൽ എവിടെയാകണം എന്ന് കൂടി നോക്കുന്നു. അതിനായി എക്സ്പോർട്ട് ഫയൽ എന്ന് പറയുന്ന ഫോൾഡർ എവിടെ കാണിച്ചു കൊടുക്കുന്നു? എനിക്ക് കിട്ടേണ്ട എവിടെയാണ്? ഹോമിലുള്ള, ഡെസ്ക്ടോപ്പിലുള്ള കൂൾ എന്ന് പറയുന്ന ഫോൾഡറിലാണ് എനിക്ക് കിട്ടേണ്ടത്. എനിക്കിതിനെ റെൻഡർ ചെയ്ത് ലഭിക്കേണ്ടത്. എന്ത് പേരിലാണ് ലഭിക്കേണ്ടത്? എനിക്ക് ലഭിക്കേണ്ട പേര് ഇവിടെ കൊടുക്കുക. എന്ത് പേരിലാണ് ലഭിക്കേണ്ടത്? കൂൾ കെഡൻലൈവ് ഫസ്റ്റ് പ്രോജക്റ്റ് എന്നോ മൈ കെഡൻലൈവ് ഫസ്റ്റ് പ്രോജക്റ്റ് എന്നോ അല്ലെങ്കിൽ കെഡൻലൈവ് മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നോ നമുക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് ഫയല് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം MP4 നൽകുക. MP4 ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ക്വാളിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ക്വാളിറ്റി ഫുള്ളാക്കി വെച്ചാൽ അല്പസമയം വേണ്ടി വരും റെൻഡർ ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു പ്രശ്നവുമില്ല. ക്വാളിറ്റി ഫുള്ളാക്കി വെക്കാം, ഹാഫ് ആക്കി വെക്കാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം റെൻഡർ ടു ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഇവിടെ റിമൈനിങ് ടൈം വന്നു കഴിഞ്ഞു. 1 മിനിറ്റും 14 സെക്കൻഡിനുള്ളിൽ ഈ പ്രവർത്തനം റെൻഡർ ചെയ്ത് MP4ലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ അത്തരമൊരു ഫയൽ MP4ലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ മൊഡ്യൂളിൽ കെഡൻലൈവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കെഡൻലൈവിനെ കുറിച്ച് ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. മിനിമം കാര്യങ്ങൾ മാത്രമേ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെ വരുന്ന മിക്കവാറും എല്ലാ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ കെഡൻലൈവിലൂടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുറേ ഓപ്ഷൻ കൂടുതൽ പഠിക്കാനുണ്ട്. യെസ്, ഇപ്പൊ നോക്കൂ, റെൻഡറിങ് ഫിനിഷ്ഡ് നോക്കാം. ഈ റെൻഡർ ചെയ്ത ഫയൽ എവിടെയാണ് നമുക്ക് നോക്കാം. നമ്മൾ എവിടെയാണ് റെൻഡർ ചെയ്യാൻ പറഞ്ഞിരുന്നത്? കൂൾ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലാണ്. കെഡൻലൈവ് ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന പേര് .mp4 എന്ന പേരിൽ ആ ഫയൽ ഇവിടെ റെൻഡറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുക. ഒന്നാമത്തെ ഭാഗത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ ഓഡിയോ മാറ്റി പുതിയ ഓഡിയോ ഇടുകയാണ് ചെയ്തിരുന്നത്. അതവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. 6 മൊഡ്യൂളുകളും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വീഡിയോ ഫോർമാറ്റിംഗ് നടത്താൻ സാധിക്കും. കെഡൻലൈവ് തുടർന്ന് പഠിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.